ഹരിപ്പാട് പോലീസ് നിയമന തട്ടിപ്പ് കേസ് അന്വേഷണ സംഘം അട്ടിമറിച്ചു. മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താതെ ശരണ്യ എന്ന പെൺകുട്ടിയെ മാത്രം പ്രതിയാക്കിയുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയും സംഘം അന്വേഷിച്ചില്ല. 2015 നവംബറിലാണ് ശരണ്യ പോലീസ് പിടിയിലാകുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അറിവോടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും സീലും ഉപയോഗിച്ച് പോലീസ് നിയമനം നടത്താൻ പലരിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. തട്ടിപ്പിന്റെ കഥകൾ പീപ്പിൾ TV പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ശരണ്യയെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കായംകുളം സ്റ്റേഷനിൽ വെച്ച് ആഭ്യന്തരമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് പറയാതിരിക്കാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും പിന്നീട് ശരണ്യയെ ഹരിപ്പാട് കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴിയിലും ആഭ്യന്തരമന്ത്രിയെയും ഓഫീസിനെയും കുറിച്ചുള്ള പങ്ക് വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇവരെ ഉപയോഗിച്ച് തനിക്കെതിരെയുള്ള തെളിവുകൾ ആഭ്യന്തരമന്ത്രി നശിപ്പിച്ചുവെന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള ഗുരുതരമായ കേസ് അന്വേഷിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ഇത്രയധികം ഗൗരവകരമായ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് 1.5 മാസം മുൻപ് ഹരിപ്പാട് കോടതിയിൽ കുറ്റപത്രം നൽകി. ശരണ്യയും മറ്റ് 4 പേരെയും പ്രതിയാക്കിയാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ശരണ്യ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴി ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയാതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ രേഖകൾ കോടതി നൽകിയില്ല എന്നും പോലീസ് പറയുന്നു. ഇത്രയധികം ഗുരുതരമായ കേസിൻ്റെ അന്വേഷണം നടന്നിട്ടും ആഭ്യന്തരമന്ത്രിയെ ഒഴിവാക്കി കേസ് പൂർണ്ണമായിട്ടും അട്ടിമറിച്ചു എന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷാജഹാൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഷാജി, പീപ്പിൾ TV ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അന്ന് ശരണ്യയുടെ 164 സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അന്വേഷണ സംഘം അന്വേഷിച്ചില്ല എന്നതാണ്. അതായത് നേരിട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ ഓഫീസിലേക്ക് എത്തുന്ന സാധ്യതകളെയാണ് അന്വേഷണ സംഘം അട്ടിമറിച്ചതെന്ന് അല്ലേ? തീർച്ചയായിട്ടും അജിൻഷാദ്, ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ പീപ്പിൾ TV ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന് മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത ചർച്ചാ വിഷയമായതോടെ മുൻ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇതൊരു പ്രത്യേക സംഘത്തെ, അതായത് മറ്റ് സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ മറ്റ് പ്രതിപക്ഷമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് ഉത്തരവിടുകയായിരുന്നു. ഈ ഉത്തരവിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ പല പ്രാവശ്യം പിടിച്ച് ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ ഓഫീസിനെ ഒഴിവാക്കണമെന്നൊക്കെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ഈ പെൺകുട്ടിയെ ഹരിപ്പാട് കോടതിയിൽ ഹാജരാക്കിയ വേളയിലാണ് മജിസ്ട്രേറ്റിനോട് രഹസ്യമൊഴി നൽകിയത്. ഈ രഹസ്യമൊഴിയിൽ കൃത്യമായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പോലീസിൽ നിയമന തട്ടിപ്പ് നടത്തിയതെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ സീൽ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ PSCയുടെ സീൽ ഉപയോഗിച്ച് ഇത്തരത്തിൽ സർക്കാരിന്റെ പല സീലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ജോലി തട്ടിപ്പ് നടത്തിയത്, കോടികളുടെ തട്ടിപ്പാണ് നടത്തിയത്. സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിക്ക് നടത്താൻ കഴിയാത്ത തരത്തിലുള്ള തട്ടിപ്പുകളാണ് നടന്നതെങ്കിൽ പോലും ഈ പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ ബന്ധുക്കളെയും മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം പോലീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് മുൻ ആഭ്യന്തരമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിനെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ, അതായത് ഹരിപ്പാടുള്ള ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പലരിൽ നിന്നും പണം വാങ്ങുകയും യൂത്ത് കോൺഗ്രസ് നേതാവ് ഇടപെടൽക്കാരനായി നിൽക്കുകയും ഇതോടനുബന്ധിച്ച് പലരിൽ നിന്നും കാശ് വാങ്ങിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതിക്കാർ പലരും എത്തുകയും അവിടെ നിന്ന് സീൽ ഉപയോഗിച്ച് ഇവർക്ക് വളരെയധികം വിശ്വാസ്യത വരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവരിൽ നിന്നും പലരിൽ നിന്നും പണം വാങ്ങിയത്. പക്ഷെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളൊക്കെ തന്നെ വാങ്ങി വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ മാത്രം, ഏകദേശം ഈ പെൺകുട്ടി നടത്തിയ 50 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് മാത്രമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്ര ഗൗരവമായിട്ടുള്ള കേസിൽ മുൻ ആഭ്യന്തരമന്ത്രിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് കോടതിയിൽ മുൻ ആഭ്യന്തരമന്ത്രി തന്നെ നിയോഗിച്ച ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. അതായത് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയിലേക്ക് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയുടെ അന്നത്തെ ഓഫീസിന്റെ ഇടപെടലുകളൊക്കെ അവ്യക്തമാക്കുന്നതാണ് ഈ അന്വേഷണ സംഘം നടത്തിയ നിഗമനങ്ങളെങ്കിൽ അവിടെ നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് അന്വേഷണ സംഘം ഏതൊക്കെ ദിശയിലാണ് ഇത് തെറ്റായി വ്യാഖ്യാനിച്ചത്? 164 സ്റ്റേറ്റ്മെന്റിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ശരണ്യ നൽകിയ വിവരങ്ങൾ എങ്ങനെ അട്ടിമറിക്കാനാകും?
അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി. തീർച്ചയായിട്ടും അജിംഷാദിന്റെ ഈ ചോദ്യം നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 164 അല്ല അത്തരത്തിലൊരു മൊഴി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പക്ഷേ സ്വാഭാവികമായിട്ടും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കളവാണ്. കാരണം മജിസ്ട്രേറ്റിന് മുന്നിൽ ശരണ്യ കൊടുത്ത മൊഴിയുടെ പകർപ്പ് നമ്മളടക്കം പല ചാനലുകളും അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഇതൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. കാര്യം മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരു പ്രതി കൊടുക്കുന്ന മൊഴിയിൽ വളരെ അധികം അന്വേഷിക്കേണ്ട സാധ്യതകളുള്ളതാണ്. ഈ സാധ്യതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാതെ, അല്ലെ അദ്ദേഹത്തിന്റെ ഓഫീസിനെയോ അല്ലെ അദ്ദേഹത്തിന്റെ ഓഫീസ് ജീവനക്കാരെയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ മാത്രം കുറ്റക്കാരാക്കിക്കൊണ്ട്, അല്ലെ ആ പെൺകുട്ടി മാത്രം കുറ്റക്കാരാക്കി അവരുടെ ബന്ധുക്കളെ കുറ്റക്കാരാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഓഫീസോ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാണ്. TK ദേവകുമാർ, മുൻ ഹരിപ്പാട് MLA കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ദേവകുമാർ, അതായത് വലിയ സാധ്യതകളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിയിരുന്നത്. അതായത് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ക്രമക്കേട്, അത്തരം ക്രമക്കേടുകളുടെ സൂചനകളാണ് ഈ വാർത്ത പുറത്തെത്തി ഇതിൻ്റെ അന്വേഷണ ഘട്ടങ്ങളിലൊക്കെ പുറത്തു വന്നത്. ശരണ്യ എന്ന ഒരു പെൺകുട്ടിക്ക് മാത്രം ഇത്തരത്തിലൊരു നിയമനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്താനാകില്ല എന്ന പ്രാഥമിക യുക്തിയിൽ നിന്നുകൊണ്ട് സംവദിച്ചാൽ ശ്രീ ദേവകുമാർ. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് DGP ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ്. പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ നിയമന തട്ടിപ്പ് കേസിൽ അന്വേഷിക്കാൻ ഒരു DYSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ചുമതലപ്പെടുത്തിയത്. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കേസ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ കേസിന് ആസ്പദമായ വിഷയത്തെക്കുറിച്ച് സത്യസന്ധമായി പരിശോധിച്ചാൽ +2 വിദ്യാഭ്യാസം മാത്രവും പ്രാഥമിക വിദ്യാഭ്യാസവും ഉള്ള അവരുടെ രക്ഷകർത്താക്കളും കൂടി ചേർന്ന് മാത്രമായി ഇങ്ങനെ ഒരു നിയമന തട്ടിപ്പ് രൂപപ്പെടുത്താൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും കീഴിലും ലെറ്റർ പാഡും ഈ കാര്യത്തിൽ ഉപയോഗിച്ചു എന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ പോലീസ് ആസ്ഥാനത്തും വിവിധ പോലീസ് കേന്ദ്രങ്ങളിലും അവർ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. 37ഓളം കേസുകളാണ് ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പോലീസ് നിയമന തട്ടിപ്പ് നടത്തുന്നതിന്റെ ബുദ്ധി കേന്ദ്രമായത് എന്നാണ് കണ്ടെത്തേണ്ടത് യഥാർത്ഥത്തിൽ. ഇപ്പൊ ഏറിനെ പിടിക്കുകയാണ്, എറിഞ്ഞവരെ പിടിക്കുകയല്ല ചെയ്യുന്നത്. ഏറിനെ പിടിക്കുകയാണ്, എറിഞ്ഞവരെ പിടിക്കുക ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ഗൂഢാലോചനയും അതിനൊരു സംഘവും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പെണ്ണിന്റെയും അവളുടെ വീട്ടുകാരുടെയും മാത്രം പേരിൽ കേസ് ചാർജ് ചെയ്ത് ബാക്കി എല്ലാവരെയും രക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേസുകൾ DGP അന്വേഷിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന് താൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ തന്റെ ഓഫീസിനോടും ഏതാണ്ട് തന്നിലേക്കും നീണ്ടുവരുന്ന ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ കേവലമായ ഒരു DYSPയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇങ്ങനെ ചാർജ് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രയോ ദുരൂഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ഈ സീൽ എവിടുന്ന് കിട്ടി? ഈ ലെറ്റർ പാഡ് എവിടുന്ന് കിട്ടി? ഉയർന്ന പോലീസ് കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള അവസരം എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു? ഈ ഒരു പെൺകുട്ടി കൊടുത്താൽ 10-37 ആളുകൾ ഉദ്യോഗം കിട്ടാൻ വേണ്ടി, അതും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗം കിട്ടാൻ വേണ്ടി പൈസ കൊടുക്കുവോ? മാത്രമല്ല ഈ പെൺകുട്ടി കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനകത്ത് മന്ത്രിയുടെ ഓഫീസിൽ അന്നത്തെ മന്ത്രിയുടെ ഓഫീസിൽ പോയതിനെ സംബന്ധിച്ചും ഓഫീസ് സ്റ്റാഫിൽപ്പെട്ട ചില ആളുകൾ ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ചും ആ സ്റ്റേറ്റ്മെന്റ് കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റിലുണ്ട്. അതൊന്നും അന്വേഷണത്തിന്റെ ശരി ശ്രീ ദേവകുമാർ, അതായത് അങ്ങനെ ഒരു അട്ടിമറി ഇവിടെ നടന്നിട്ടുണ്ട്. ലംഘനം എല്ലാ അർത്ഥത്തിലുമുള്ള യുക്തികളെയൊക്കെ ലംഘിക്കുന്ന കാര്യം ഇതിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അന്വേഷണ സംഘം അതിൽ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പോലീസ് താങ്കളുടെ പക്ഷത്താണല്ലോ ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെ നടപടികൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ചെയ്യാനാകും ഇനി? ഇതിൽ പുനരന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടിരുന്നത് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങളന്ന് ആവശ്യപ്പെട്ടത്. ഇത് പോലീസ് ഇപ്പൊ ഞങ്ങളുടെ പക്ഷത്തല്ല, പോലീസ് 100% നിഷ്പക്ഷമാണ്, ശരിയുടെ പക്ഷത്താണ് പോലീസ്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഈ കാര്യത്തിൽ പുനരന്വേഷണം നടത്താനും
ഇതിന്റെ ഉയർന്ന നിലവാരത്തിലുള്ള പോലീസ് ഓഫീസർമാരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാക്കി ഒരു ടീം ഉണ്ടാക്കിക്കൊണ്ട് ആ ടീമിന്റെ നേതൃത്വത്തിൽ വസ്തുതാപരമായ അന്വേഷണം നടത്തുകയും ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന ഏതാണെന്നും ഇതിന്റെ ബ്രെയിൻ ആരാണെന്നും എന്നതിനെ സംബന്ധിച്ച് കണ്ട് അവരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനും പുറത്തു കൊണ്ടുവരാനും കഴിയുന്ന ഒരു അന്വേഷണ സംവിധാനം ഉയർന്ന തലത്തിൽ തന്നെ ഉണ്ടാവണമെന്നതാണ്. അതിൽ സർക്കാർ ഇടപെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നിലവിലെ അന്വേഷണ സംഘം അന്വേഷണത്തെ അട്ടിമറിച്ചു, ഇനിയുള്ള ഇടപെടലുകൾ ഈ സർക്കാർ കൃത്യമായി സത്യം തെളിവാക്കാൻ ഇടപെടും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആരോപണത്തെക്കുറിച്ചൊരു ഡിവൈഎസ്പിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ അതാണ്. ശരി ദേവകുമാർ, ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് രാജേന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീ രാജേന്ദ്രൻ, അതായത് 164 സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ മുമ്പോട്ട് വെക്കുന്നു. അതായത് 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയതിലെ സൂചനകളൊക്കെ അന്വേഷിക്കാതെ ഒരു അന്വേഷണ സംഘത്തിന് മുമ്പോട്ട് പോകാനാകുമോ? പുറത്തെത്തുന്ന വാർത്ത സംബന്ധിച്ച് നിയമപരമായി കൂടി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ തെളിവുകൾ പോലീസ് പൂർണ്ണമായി തമസ്കരിക്കുകയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇപ്പോൾ കേസിൽ വന്നിരിക്കുന്ന പ്രതികളും പരാതിക്കാരും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ ഹരിപ്പാട്ട് ഓഫീസിലുള്ളവരും അവരുടെ കാൾ ഡേറ്റ റെക്കോർഡ് പരിശോധിക്കണം. അവരുടെ ഫോണിന്റെ കാൾ ഡേറ്റ റെക്കോർഡ് പരിശോധിക്കണം. പരിശോധിച്ചിട്ടുണ്ടോ? അത് ആ സുപ്രധാനമായ ശാസ്ത്രീയമായ തെളിവല്ലേ? ആ ശാസ്ത്രീയമായ തെളിവ് എന്തുകൊണ്ട് പരിശോധിച്ചില്ല? അപ്പൊ ചോദിക്കാൻ കാൾ ഡേറ്റ റെക്കോർഡ് ഇനി എടുക്കാൻ പ്രയാസം. കാരണം കാൾ ഡേറ്റ റെക്കോർഡുകൾ ഒരു വർഷത്തെ മാത്രമേ ലഭ്യമാകൂ. അപ്പൊ ഇവിടെ വളരെ ഫലപ്രദമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള അട്ടിമറി നടന്നിരിക്കുന്നത്. ഇത് തന്നെയാ സോളാർ തട്ടിപ്പിടും. ഇത് ആവർത്തിക്കപ്പെടുകയല്ലേ? ഫോണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടില്ലേ? എടുത്തിട്ടില്ല. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ കാൾ ഡേറ്റ റെക്കോർഡ് സാധാരണ കാര്യം കിട്ടുമോ? കാൾ ഡേറ്റ റെക്കോർഡ് സർവീസ് പ്രൊവൈഡേഴ്സിന് ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് ആവശ്യപ്പെട്ടല്ലേ കൊടുക്കൂ. അതെടുത്തിട്ടുണ്ടോ? അങ്ങനെയല്ലേ ശാസ്ത്രീയമായി തെളിയിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ നിയമപരമായ പരിജ്ഞാനമുള്ള ആൾ എന്നുള്ള നിലയിൽ കൂടി, അതായത് 164 സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അനുവർത്തിക്കാവുന്ന തെളിവുകളെ കൃത്യമായി അന്വേഷണ സംഘം ട്രേസ് ചെയ്തിട്ടില്ല എങ്കിൽ, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ശാസ്ത്രീയമായ തെളിവുകളടക്കം ട്രേസ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ അന്വേഷണ സംഘം കൃത്യമായി അന്വേഷണം അട്ടിമറിച്ചു എന്ന് ബോധ്യമാകും. അതിന് പിന്നെ എന്തൊക്കെ നിയമപരമായ സാധ്യതകളുണ്ട്? നിയമപരമായ ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ ദയനീയമായ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ 34 കേസിൽ കുടുക്കി, അവരുടെ ബന്ധുക്കളെ കുടുക്കി, അവരുടെ കുടുംബാംഗങ്ങളെ കുടുക്കി. യഥാർത്ഥത്തിൽ അവർക്ക് ഇനി ഒരു കാലത്തും ജയിലിൽ നിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഒരുക്കി. പിന്നെ ഇതിന്റെയൊക്കെ പുറകിന് ആര് പോകും? അതൊരു പ്രശ്നമല്ലേ? അപ്പൊ ഈ സാഹചര്യം യഥാർത്ഥത്തിൽ വളരെ ആസൂത്രിതമായ നീക്കമാണ് നടത്തിയത്. അതായത് നേരത്തെ മുൻ MLA സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം, അതായത് ഇത്തരത്തിലൊരു വമ്പൻ, ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ്, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്ന വേളയിൽ അതൊരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മാത്രം അന്വേഷിച്ചാൽ കാര്യം എങ്ങനെ സുവ്യക്തമാകുമെന്ന്, അതിലെന്തെങ്കിലും അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ആ കേസിൽ അന്വേഷിച്ച ഡിവൈഎസ്പിന്റെ സസ്പെൻഷനിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ശ്രീ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, അതായത് ഇങ്ങനെയാണെങ്കിൽ 164 സ്റ്റേറ്റ്മെന്റിൽ ശരണ്യ ഇത്തരത്തിൽ ഓഫീസിന്റെ ഇടപെടലുകൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടില്ല എന്ന് നിയമ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ഈ അന്വേഷണ സംഘത്തിൽ പുനരന്വേഷണം അടക്കമുള്ളവയിലേക്ക് സാധ്യതയുണ്ടോ? അതിലെ നിയമപരമായ സംശയം കൂടിയാണ് താങ്കളോട് ചോദിച്ചത്. തെളിവുകളുടെ ലഭ്യത ഇല്ലാതായില്ലേ? നമുക്കറിയില്ലല്ലോ. ശരി, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലകൃഷ്ണപിള്ള, അതായത് പീപ്പിൾ TV ആയിരുന്നു ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വലിയ രീതിയിൽ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തതാണ് ഹരിപ്പാട് പോലീസ് നിയമനവുമായി ബന്ധപ്പെട്ട ഉള്ള കേസ്. ആ കേസിൽ പ്രതിയായ ശരണ്യ എന്ന വ്യക്തിയിലേക്ക് മാത്രം, പെൺകുട്ടിയിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം അന്വേഷണത്തെ അട്ടിമറിച്ചു എന്നാണ്. 164 സ്റ്റേറ്റ്മെന്റിൽ ഈ പെൺകുട്ടി തന്നെ പറഞ്ഞിരുന്നു, നിരവധി ആഭ്യന്തരമന്ത്രിയുടെ, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിപ്പുകൾ നടത്തിയെന്നുള്ള എല്ലാ സൂചനകളും ഉണ്ടായിരുന്നു. അതൊന്നും അന്വേഷണ സംഘം അന്വേഷിച്ചില്ല.
ഇതേ ആ. നമ്മള് നീതി നടക്കണമെന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. എനിക്ക് ഈ സംഭവം ഓർമ്മയുണ്ട്. ആ ഇതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അത്രയും അറിയില്ല. അതായത് ഒന്ന് ഞാൻ പറയാം. ആ 164 സ്റ്റേറ്റ്മെന്റ് ഒരു കക്ഷി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്താൽ അതിൽ ഞാൻ പറഞ്ഞോട്ടെ ആ കൊടുത്താല് ആ ഒരു കാരണവശാലും അതിൽ നിന്ന് മാറാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ഈ 164 സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്ത് അന്വേഷണം നടക്കണം. സാധാരണഗതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ പ്രമാദമായ കേസുകളിലോ പോലീസ് തന്നെയാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇത് അങ്ങനെ കൊടുത്തതാണോ സ്വമേധയാ കൊടുത്തതാണോ എന്നുള്ള കാര്യം ഇപ്പോ എനിക്കറിയാത്ത കൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നിയമപരമായിട്ട് ഞാൻ കിടക്കുന്നില്ല. രണ്ടായാലും കാര്യം ഒന്നാണ്. അപ്പൊ ഈ 164 സ്റ്റേറ്റ്മെന്റ് രണ്ടാമത് പുനരന്വേഷിക്കേണ്ടി വന്നാൽ ചെയ്യാം എന്ന് ഇപ്പൊ ഒരു പുതിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വടക്കാഞ്ചേരി കേസിൽ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അതിപ്പോ ഒരു പുനരന്വേഷണം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ 164 സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നീട് ഒരു പുനരന്വേഷണം എന്ന് പറയുന്നത് ഒരു കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഈ കേസിലും പരാതിക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലല്ല പോലീസ് അന്വേഷിക്കുന്നത്. പോലീസ് കക്ഷി പിടിച്ച് അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ ചിലരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. 164 സ്റ്റേറ്റ്മെന്റിന്റെ സാങ്ക്ടിറ്റി, അതിന്റെ ഏറ്റവും വലിയ സാങ്ക്ടിറ്റി ഉണ്ടല്ലോ, ആ സാങ്ക്ടിറ്റി നഷ്ടപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പൗരനെ കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഈ കാര്യത്തിൽ അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമപരമായിട്ടുള്ള കാര്യം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അല്ലാതെ ഒരു പുനരന്വേഷണം വേണം എന്ന് തീരുമാനിച്ചാൽ അത് ചിലപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരും. അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, വളരെ സേഫ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഈ 164 സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് കോടതി ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞാൽ കോടതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അന്വേഷണത്തിന് കോടതിക്ക് മുന്നോട്ട് പോകാൻ അവകാശമുണ്ട്, അവർക്ക് ചെയ്യാനും കഴിയും. ഈ കാര്യത്തിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത്രയുള്ള പറയാൻ. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഞങ്ങളോട് സഹകരിച്ചതിന്, പ്രതികരിച്ചതിന്. ഈ വാർത്ത പുറത്തെത്തിച്ച ഷാജഹാനിലേക്ക് തന്നെ പോയാൽ, ഷാജി, അതാണ് 164 സ്റ്റേറ്റ്മെന്റ് പോലീസാണോ നൽകിയത്, നേരിട്ടാണോ നൽകിയത് എന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കേസിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് കൂടി പോയാൽ. അജിൻഷാദെ, ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നു. ഈ വേളയിൽ ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ടും മറ്റും സമ്മർദ്ദമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഓഫീസിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തെയും ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ഒരു മൊഴി നൽകണമെന്ന്. പക്ഷെ പോലീസിന് മുന്നിൽ ആ പെൺകുട്ടി അത്തരത്തിലൊരു മൊഴി നൽകില്ല. മറിച്ച് അതിനുശേഷം ജാമ്യ കാലാവധി നീട്ടുന്നതിന് കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരിപ്പാട് മജിസ്ട്രേറ്റിനോട് അവർ ഇക്കാര്യം പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ പങ്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പങ്കും ഒക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് ഈ കേസ് പൂർണ്ണമായിട്ടും അട്ടിമറിക്കപ്പെട്ടു. നമുക്കറിയാം, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി തന്നെ പോലീസിൽ വ്യാജമായിട്ട്, അതായത് നിയമപരമല്ലാത്ത രീതിയിലുള്ള നിയമനങ്ങൾ നടത്തുന്നു. അത് പോലീസിന്റെ സീൽ ഉപയോഗിക്കുന്നു, PSCയുടെ സീൽ ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ കോടികൾ വാങ്ങിച്ചുകൊണ്ട് ഏകദേശം 100 കണക്കിന് ആളുകളിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്താൻ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിക്ക് സാധിക്കുകയില്ല. ചില കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലുകൾ ഇതിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നു ഇവർ. ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് ഇത് നടന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതിന് കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പുറത്തു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം തീർച്ചയായും ഷാജി, പ്രാഥമികമായ യുക്തിയിൽ തന്നെ ബോധ്യമാകുന്ന കാര്യങ്ങളാണ് അത് എന്നുള്ളത്. ഹരിപ്പാട് പോലീസ് നിയമന തട്ടിപ്പ് കേസ് അന്വേഷണ സംഘം അട്ടിമറിച്ചു. മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താതെ ശരണ്യ എന്ന പെൺകുട്ടിയെ മാത്രം പ്രതിയാക്കി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയും സംഘം അന്വേഷിച്ചില്ല എന്ന ഗുരുതരമായ തെറ്റുകൂടി ഇവിടെ ഉയർന്നു വരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഷാജഹാൻ നൽകിയത്.